എനിക്ക് ഒരാളെ അറിയാം. ഞാൻ പേര് പറയുന്നില്ല. അയാളുടെ അച്ഛൻ ICUവിൽ കുറച്ച് നാൾ കിടന്നു. ഏകദേശം 11 ദിവസം. ആ 11 ദിവസവും അയാൾ ആശുപത്രിയിലുണ്ടായിരുന്നു. ഓടി നടന്ന് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു, റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചു, അനിയത്തിയെ സമാധാനിപ്പിച്ചു, അമ്മയെ സമാധാനിപ്പിച്ചു. പക്ഷേ അച്ഛൻ മരിച്ചു. അടക്കത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അയാൾ നോക്കി. ഒരു തുള്ളി പോലും കണ്ണുനീര് ആരും കണ്ടില്ല. അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു, ഓ എന്തൊരു ധൈര്യമാണ്, അവനെ പോലെ വേണം എന്ന്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഒരു ചൊവ്വാഴ്ച രാത്രി ഞങ്ങൾ എല്ലാവരും ഇരിക്കുകയാണ്. പെട്ടെന്ന് വൈഫൈ പോയി. റോട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി, പക്ഷേ ശരിയാവുന്നില്ല. വീണ്ടും ചെയ്ത് നോക്കിയേ ശരിയാവുന്നില്ല. അയാൾ ചെയ്തത് ആ റോട്ടർ എടുത്തിട്ട് ഭിത്തിയിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അടുത്തിരുന്ന ഭാര്യയോട് ഒരുപാട് ഒച്ചയിട്ടു. എന്നിട്ട് ബാത്റൂമിൽ കയറി കഥ കടച്ചു. ഇപ്പോൾ പറയൂ, ഈ 2 ദിവസങ്ങളിൽ ഏതാണ് അയാളുടെ മെൻ്റൽ സ്ട്രെങ്ത് കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്യേണ്ടത്? ICUവിലെ ആ 11 ദിവസമാണോ അതോ വൈഫൈ പോയ ആ രാത്രിയാണോ? ഇതിൻ്റെ ശരിക്കുള്ള ഉത്തരം രണ്ടുമല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അളക്കാൻ ശ്രമിക്കുന്ന കാര്യം തന്നെ തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മോട്ടിവേഷണൽ വീഡിയോ അല്ല. ഇവിടെ യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക് അങ്ങനെ പറയുന്നില്ല. നെവർ ഗീവ് അപ്പ് അതും പറയുന്നില്ല. രാവിലെ 4 മണിക്ക് എണീക്കുകയും കോൾഡ് ഷവറും ഇതൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു എനർജി ഡ്രിങ്ക് പോലെയാണ്. നമ്മൾ കുടിക്കുമ്പോൾ ചെറിയൊരു കിക്ക് കിട്ടും. പക്ഷേ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പഴയ ആൾ തന്നെയാവും. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് അസ്വസ്ഥതയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ആ റിയാലിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെൽക്കം ഹോം. നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകളുടെ ഫിനാൻഷ്യൽ ലൈഫ് ഒക്കെ ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഞാനിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ മിസ്സായി പോകാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ മെൻ്റൽ സ്ട്രെങ്ത്തിനെ പറ്റി നമ്മൾ കേട്ട് വളർന്ന 3 കാര്യങ്ങളുണ്ട്. 3ഉം തെറ്റാണ്. ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഒന്നാമത്തെ നുണ, മിക്ക ആളുകൾക്കും മനക്കരുത്തില്ല എന്നുള്ള കാര്യം. ജോർജ് ബൊനാനോ എന്നൊരു പ്രൊഫസറുണ്ട്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ 30ലധികം സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ആക്സിഡൻറ്റുകളിൽ പെട്ട് ജീവിതകാലം മുഴുവൻ പാരലൈസ്ഡ് ആയി പോയ ആളുകൾ, യുദ്ധം കണ്ട പട്ടാളക്കാർ, 9/11 കെട്ടിടത്തിനകത്ത് പെട്ടുപോയ ആളുകൾ, പാർട്ട്ണർ മരിച്ചുപോയ ആളുകൾ, ഇവരിൽ നിന്നൊക്കെ എന്താണ് കണ്ടെത്തിയത്? മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ സംഭവങ്ങൾക്ക് ശേഷം ഏകദേശം 2 പേരും, അതായത് 65% പേരും വലിയ കുഴപ്പമില്ലാതെ പിടിച്ചു നിൽക്കുന്ന ആളുകളാണ് എന്ന്. അതായത് ഈ റെസിലിയൻസ് അതല്ലെങ്കിൽ താങ്ങാനുള്ള ശക്തി എന്ന് പറയുന്നത് റെയർ അല്ല, അത് അപൂർവമല്ല. അതാണ് ഭൂരിപക്ഷം ആളുകളിൽ ഉള്ളത്. അതാണ് നമ്മുടെ മനുഷ്യരിൽ ഡിഫോൾട്ട് സെറ്റിംഗ് ആയിട്ടുള്ളത് എന്നർത്ഥം. നമ്മുടെ ഉള്ളിൽ ഒരു ഗുഡ് ഫീലിംഗ് തോന്നാനായിട്ട് ഞാൻ പറഞ്ഞ കാര്യമല്ല, അവരുടെ സ്റ്റഡിയിൽ പബ്ലിഷ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം തന്നെ തെറ്റാണ്. എങ്ങനെ സ്ട്രോങ് ആകാം എന്നല്ല ചോദിക്കേണ്ടത്. സ്ട്രോങ് ആയ ആളുകൾ പിന്നെ എന്തുകൊണ്ടാണ് തകരുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ നുണ, നമ്മുടെ ലൈഫിലെ കഷ്ടപ്പാടുകൾ കൂടുന്തോറും ആൾ സ്ട്രോങ് ആയി മാറും എന്നുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ ഇതൊരു വിശ്വാസമാണ്. അവൻ ഒരുപാട് സഹിച്ചവനാണ്, അതുകൊണ്ട് അവനെ ഇതൊന്നും ഏശാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. മാർക്ക് സീറി എന്നൊരു റിസർച്ചർ ഇത് ശരിക്കും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ വർഷം ആയിരക്കണക്കിന് ആളുകളെ ഫോളോ ചെയ്തു. ജീവിതത്തിൽ എത്ര മോശം കാര്യങ്ങൾ നടന്നു, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഈ 2 കാര്യമാണ് നോക്കിയത്. അദ്ദേഹത്തിന് കിട്ടിയത് ഒരു യു ഷേപ്പിലുള്ള ഒരു കർവാണ്. അതായത് ജീവിതത്തിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ലാത്തവർ, അവർ പ്രതീക്ഷിക്കുന്നത്ര നന്നായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പിടിച്ച് നിൽക്കുന്നില്ല. ഇനി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം വന്നവർ, അവരും പിന്നീടൊരു പ്രശ്നം വരുന്ന സമയത്ത് നന്നായിട്ട് പിടിച്ചു നിന്നില്ല. ഏറ്റവും നന്നായിട്ട് പിടിച്ചു നിന്ന ആളുകൾ അവരുടെ ലൈഫിൽ ഇടയ്ക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നു പോയ ആളുകളാണ് എന്നാണ്. അതായത് കഷ്ടപ്പാടിനും ഒരു ഡോസ് ഉണ്ട്. കുറച്ചൊക്കെ വന്നാൽ അത് കുഴപ്പമില്ല, കൂടിയാൽ അത് നമുക്ക് ട്രെയിനിങ് അല്ല കിട്ടാൻ പോകുന്നത്, കൂടുതൽ ഡാമേജ് ആണ്. എന്നെ കൊല്ലാത്തതെല്ലാം എന്നെ സ്ട്രോങ് ആക്കും എന്ന് പറയുന്ന മാസ് ഡയലോഗ് വെറും ഡയലോഗ് മാത്രമാണ്. ഡേറ്റ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്തെ നുണ, മനസ്സ് ഒരു മസിലാണ് എന്നുള്ളത്. നമ്മൾ എത്രത്തോളം പുഷ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ മനസ്സ് സ്ട്രോങ്ങർ ആകും എന്ന് പറയുന്നത്. ഇത് പകുതി സത്യമാണ്. അതായത് നമ്മളുടെ മസിൽ വളരുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ലോഡ്, പിന്നെ റിക്കവറി. നമ്മൾ ജിമ്മിൽ പോയി വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ മസിൽ വളരുന്നില്ല. ആ മസിലിനെ അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഉറങ്ങുമ്പോൾ, നല്ല ആഹാരം കഴിക്കുമ്പോൾ, റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെയാണ് ഈ റിക്കവറി കാരണം മസിൽ ബിൽഡായി വരുന്നത്. മോട്ടിവേഷൻ വീഡിയോകളിൽ എപ്പോഴും ഈ ആദ്യത്തെ പകുതി മാത്രമേ പറയുന്നുള്ളൂ. കൂടുതൽ പുഷ് ചെയ്യൂ, വീണ്ടും പുഷ് ചെയ്യൂ. ആരും ഈ റെസ്റ്റ് ഡേയെ പറ്റിയോ റിക്കവറിയെ പറ്റിയോ സംസാരിക്കുന്നോ വീഡിയോ ഇടുന്നില്ല. കാരണം അതിന് വ്യൂസും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ഈ 3 നുണകൾക്കും ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. 3ഉം ചോദിക്കുന്നത് ഒരേ ചോദ്യമാണ്, ഈ ആൾ എത്ര സ്ട്രോങ് ആണ് എന്നുള്ളത്. പക്ഷേ ശരിക്കും ചോദിക്കേണ്ട ചോദ്യം അതല്ല.
ഈ ആളുടെ മുകളിൽ എത്ര ഭാരമുണ്ട് എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പെട്ടെന്ന് നമുക്ക് തോന്നിയേക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നാട്ടിൽ ജീവിച്ച് വളർന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ. നമ്മുടെ നാട്ടിൽ വീടുകൾ പണിയുന്ന സമയത്ത്, സ്ലാബ് വാർക്കുന്ന സമയത്ത് ഒരു എഞ്ചിനീയർ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, ലോഡ്, അതായത് ആ സ്ലാബിന് മുകളിൽ എത്ര ലോഡ് വരും എന്നുള്ള കാര്യം. ഇനി രണ്ടാമത്, കപ്പാസിറ്റി, ആ ബീമിന് എത്രത്തോളം താങ്ങാൻ പറ്റും എന്നുള്ള ഒരു മെഷർമെൻറ്റ്. ഇനി മൂന്നാമത്, മെയിൻ്റനൻസ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അതെങ്ങനെ മെയിൻ്റനൻസ് ചെയ്യും എന്നുള്ള കാര്യം. ഇനി ഇതിലേതെങ്കിലും ഒരു സ്ലാബ് പൊട്ടിപ്പോയി എന്ന് കരുതുക. ലോകത്തിൽ ഒരു എഞ്ചിനീയറും ആ സ്ലാബിൻ്റെ മുന്നിൽ വന്ന് പറയാൻ പോകുന്നില്ല, ഹോ ഈ സ്ലാബിന് തീരെ മനക്കരുത്തില്ല, ഒട്ടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത സ്ലാബായിരുന്നു എന്ന് പറയാൻ പോകുന്നില്ല. അയാൾ നോക്കാൻ പോകുന്നത് എത്രത്തോളം ലോഡ് ആ സ്ലാബിന് മുകളിൽ ഉണ്ടായിരുന്നു, എന്താണ് ഡിസൈനിൽ വന്ന പിഴവ്, അതല്ലെങ്കിൽ അത് എങ്ങനെ മെയിൻ്റനൻസ് നടത്താം, എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നത് മാത്രമായിരിക്കും. പക്ഷേ ഒരു മനുഷ്യൻ മെൻ്റലി ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇതൊന്നും ചിന്തിക്കില്ല. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ നേരെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലേക്കായിരിക്കും പോകുന്നത്. അവന് തീരെ ഉറപ്പില്ല, ഒന്ന് ധൈര്യമായിട്ട് നിൽക്കാനുള്ള ശക്തി അവനില്ല. ഒരിക്കലും അവർ ഹാൻഡിൽ ചെയ്യുന്ന ലോഡ് എത്രയാണ് എന്ന് ചിന്തിക്കാൻ നിൽക്കാറില്ല. ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തകരുന്നത് അവരുടെ മുന്നിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടല്ല. സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ശരീരം നല്ലപോലെ അഡ്രിനാലിൻ തരും, ചുറ്റുമുള്ളവർ സഹായിച്ചു എന്ന് വന്നേക്കാം, അങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാനും സാധിച്ചേക്കാം. പക്ഷേ ആളുകൾ എപ്പോഴും തകരുന്നത് നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര ചെറിയ ഭാരങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ്. 4 എണ്ണം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. നമ്മുടെ നാട്ടിലുള്ള മിക്ക ആളുകൾക്കും നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഇതെല്ലാം. ഒന്നാമത്, തീരുമാനങ്ങളുടെ, അതല്ലെങ്കിൽ ഡിസിഷൻ്റെ ഭാരം. ഇപ്പോൾ നിങ്ങളുടെ തലയിൽ എത്ര തീരുമാനങ്ങൾ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടേക്കാം, മറ്റൊരു ജോലി കണ്ടെത്തുന്നതിനെ പറ്റിയുള്ള തീരുമാനം ഉണ്ടായിരിക്കാം, ഒരു ജോബ് ഓഫറിന് മറുപടി കൊടുക്കുന്ന തീരുമാനം ഉണ്ടായിരിക്കാം, ഏതെങ്കിലും ഒരു മെഡിക്കൽ റിപ്പോർട്ടിനോ സ്കാൻ റിപ്പോർട്ടിനോ വീട്ടിലുള്ള ആരുടെങ്കിലും ഒരു മെഡിക്കൽ ചെക്കപ്പിൻ്റേതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ടായേക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കാണാൻ പോകാൻ ഒരു മെസ്സേജ് അയക്കേണ്ടതായിട്ടുള്ള ഒരു തീരുമാനം ബാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. ഇതൊന്നും കൂടാതെ വളരെ ചെറിയ 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 ഒരുപാട് തീരുമാനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും തലയ്ക്കകത്ത് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ടായിരിക്കും. ഓരോന്നും ഒറ്റയ്ക്ക് കാണുമ്പോൾ ചെറുതാണ് എന്ന് തോന്നിയേക്കാം, പക്ഷേ ചെയ്തു തീരാത്ത, അതല്ലെങ്കിൽ എടുത്തു തീരാത്ത ഓരോ തീരുമാനവും തലയിലെ ഒരു ബ്രൗസറിൻ്റെ ടാബ് ഓപ്പൺ ആക്കി കിടക്കുന്നത് പോലെയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബാറ്ററി തീർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഇനി രണ്ടാമത്തത്, ബഫർ ഇല്ലാത്ത മണി ലോഡ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചേക്കുക. 2 പേരുടെ ബൈക്ക് 2 പേർക്കും ഒരേ ദിവസം കംപ്ലൈൻ്റ് ആയി എന്ന് കരുതുക. റിപ്പയർ കോസ്റ്റ് 18,000 രൂപ. ആദ്യത്തെ ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 5 ലക്ഷം രൂപ കിടപ്പുണ്ട്. അയാൾക്ക് ഇപ്പോൾ സംഭവിച്ചത് ഒരു ഇൻകൺവീനിയൻസ് മാത്രമാണ്. ചിലപ്പോൾ കുറച്ച് ദേഷ്യം വന്നേക്കാം, അത്രമാത്രം. രണ്ടാമത്തെ ആളുടെ അക്കൗണ്ടിൽ ആകെ കിടക്കുന്നത് ഒരു 3,000 രൂപയാണ് എന്ന് കരുതുക. അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസാസ്റ്ററാണ്. ആരെ വിളിക്കും, ക്രെഡിറ്റ് കാർഡ് എടുക്കണോ, ഭാര്യയോട് പറയണോ, കൂട്ടുകാരോട് പറയണോ, ഇതെങ്ങനെ മാനേജ് ചെയ്യും? ഒരേ സംഭവം, 2 ലോകം. ഇവിടെ 2 പേരുടെ മൈൻഡ് സെറ്റിന് ഒരു റോളും ഇല്ല. രണ്ടാമത്തെ ആൾ വീക്ക് ആയതുമല്ല, അയാളുടെ ലോഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പലപ്പോഴും പറയുന്നത് നമുക്ക് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യമാണ് എന്ന്. എമർജൻസി ഫണ്ട് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് അല്ല, അതൊരു സൈക്കോളജിക്കൽ പ്രോഡക്റ്റ് ആണ്. അതിൻ്റെ ജോലി നമുക്ക് റിട്ടേൺസ് തരിക എന്നുള്ളതല്ല. ഒരു ഡിസാസ്റ്ററിനെ വെറും ഒരു ഇൻകൺവീനിയൻസ് ആക്കി മാറ്റാനുള്ള ശക്തി അതിനുണ്ട്. ഇനി മൂന്നാമത്തത്, ഉറക്കം. ഇതാരും ഒരു ലോഡായി കണക്കാക്കാറില്ല. ഞാനും ഇതിനെ ഒരിക്കലും ഒരു ലോഡാക്കി കണക്കാക്കിയിട്ടുമില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലുത്. ഹാർവേഡും ബെർക്ലിയും ചേർന്ന ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടർക്ക് നന്നായിട്ട് ഉറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു, മറ്റേ കൂട്ടർക്ക് രാത്രി ഉറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ല. എന്നിട്ട് 2 കൂട്ടരെയും ബ്രെയിൻ സ്കാനറിലേക്ക് കയറ്റിയിട്ട് അസ്വസ്ഥപ്പെടുത്തുന്ന ചില ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു. ഉറങ്ങാത്തവരുടെ തലച്ചോറിലെ ഇമോഷണൽ സെൻറ്റർ, അതായത് അമിഗ്ഡല, 60% കൂടുതൽ റിയാക്ട് ചെയ്തു. 60%. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ 5 മണിക്കൂർ ഉറങ്ങിയ ദിവസം രാവിലെ എണീറ്റ് ആരോടെങ്കിലും വഴക്കുണ്ടാക്കുകയോ ചൂടാവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ സ്വഭാവം മോശമായതുകൊണ്ടല്ല, നമ്മുടെ ബ്രേക്ക് ഫെയിൽ ആയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് നമ്മൾ വീക്ക് ആയതുകൊണ്ടായിരിക്കണമെന്നില്ല, അന്ന് പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. ഇനി 4ാമത്തത്, സുഖമാണ് എന്ന ലോഡ്. ഇത് നമ്മുടെ നാടിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ നല്ല പോലെ ഭാരം ചുമക്കും, പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യില്ല. ചോദിച്ചാൽ സുഖമാണ് എന്ന് പറയും, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയും.
കാരണം എന്താണ്? നാട്ടുകാരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, ഫാമിലി എന്ത് വിചാരിക്കും, അതല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ടെൻഷൻ ആവില്ലേ, ഇങ്ങനത്തെ ഒരുപാട് തോട്ടുകൾ. ഇതിനെല്ലാം പുറമെ ഞാനാണല്ലോ വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾ, അപ്പോൾ ഞാൻ വീക്കാവാൻ പാടില്ല എന്നുള്ള മോശം ചിന്താഗതി. ഒരു സ്ലാബിൽ വിള്ളൽ വന്നിട്ട് ആരും അത് നോക്കിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ വിള്ളൽ പോകാനും പോകുന്നില്ല, അത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ നാട്ടിലെ കുറച്ച് ഡേറ്റ പറയാം. കേരളത്തിൻ്റെ ഡേറ്റ, നാഷണൽ മെൻ്റൽ ഹെൽത്ത് സർവേ, അവിടെ നിന്നുള്ള ഡേറ്റയാണ്. ഇന്ത്യയിലെ 12 സ്റ്റേറ്റുകളിൽ നടത്തിയ ഏറ്റവും വലിയ സർവേയാണിത്. കേരളത്തിൻ്റെ കണക്കിതാണ്. 18 വയസ്സിന് മുകളിലുള്ളവരിൽ 11.36% പേർക്കെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത്. അതായത് 8ൽ ഒരാൾ. നാഷണൽ ആവറേജ് 10.56 ആണ്, അതായത് കേരളം അതിന് മുകളിലാണ് എന്നർത്ഥം. ഇനി ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1,00,000 ആളുകൾക്ക് ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ള കണക്ക് ക്രോസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് കേരളമാണ്. നമുക്ക് 1,00,000-ന് 1.2 സൈക്യാട്രിസ്റ്റ് വെച്ച് കേരളത്തിലുണ്ട്. മധ്യപ്രദേശിൽ അത് 0.05 ആണ്. എന്ന് വെച്ചാൽ നമുക്കാണ് ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ളത്. എന്നിട്ടും കണക്കെടുത്ത് നോക്കിയാൽ നമ്മുടെ കണക്കാണ് വളരെ മോശം. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ സത്യസന്ധമായിട്ട് പറയണം. ഈ കണക്ക് കൂടുതലായതിൻ്റെ ഒരു കാരണം നമ്മൾ കൂടുതൽ നന്നായിട്ട് കണക്കെടുക്കുന്നു എന്നുള്ള ഒരു കാരണമാണ്. പിന്നെ കേരളത്തിലെ ആളുകളുടെ പ്രായം പൊതുവെ കൂടുതലാണ് എന്നുള്ളത് ഒരു കാരണമാണ്. പക്ഷേ ഈ എണ്ണത്തിൻ്റെ കാര്യം മാറ്റിവെച്ചാലും ഒരു കാര്യം ബാക്കിയാവും. കേരളത്തിലെ ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് ഏകദേശം 84%. അതായത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ള 100 പേരിൽ 84 പേർക്കും ഒരു തരത്തിലുള്ള ചികിത്സയും കിട്ടുന്നില്ല എന്നുള്ളത്. ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മുടെ അവസ്ഥ ഭേദമാണ്. എന്നിട്ടും 84 ചികിത്സ ഇല്ലാഞ്ഞിട്ടല്ല, ആരും പോകുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ നാട്ടിൽ സഹായം ചോദിക്കുന്നത് ഒരു വീക്ക്നെസ് ആയിട്ടാണ് പലരും കാണുന്നത്. മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ആവാനുണ്ട്. ഈ സംഭവം നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണിച്ചു തന്ന ഒരു സിനിമയുണ്ട്, കുമ്പളങ്ങി നൈറ്റ്സ്. ആ സിനിമയിൽ 2 തരം സ്ട്രോങ് ആയിട്ടുള്ള പുരുഷന്മാരുണ്ട്. ഒരാൾ ഷമ്മി, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വയം കംപ്ലീറ്റ് മാൻ എന്ന് വിളിക്കുന്ന ആൾ. ഒരിക്കലും ഇളകില്ല, എപ്പോഴും കൺട്രോളിൽ നിൽക്കുന്നു, മീശ വെടിപ്പായിട്ട് വെട്ടി ശബ്ദം താഴ്ത്തി എല്ലാം ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്ന ആൾ. മോട്ടിവേഷൻ വീഡിയോകളിൽ വിൽക്കുന്ന ആൽഫ മെയിൽ കൃത്യമായിട്ടും ഇത് തന്നെയാണ്. നത്തിങ് ക്യാൻ ബ്രേക്ക് മീ എന്ന ആറ്റിറ്റ്യൂഡോടുകൂടി പോകുന്ന ആൾ. ആ സിനിമയിലെ ആ ക്യാരക്ടർ ക്ലൈമാക്സിൽ എങ്ങനെ ബ്രേക്കായി പോകുന്നുണ്ട് എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആളാണ് ആ സിനിമയിലെ സജി ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ മുമ്പിൽ പോയി ഇരിക്കുന്നു, ഒരു അപരിചിതൻ്റെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നു. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, സജി സ്വയം പോയതല്ല, തൻ്റെ സഹോദരനോട് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് അവരാണ് അവരെ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ആ സീൻ നല്ലപോലെ ഓർക്കുന്നുണ്ടായിരിക്കും. ആ 2 പേരിൽ ശരിക്കും ആരാണ് സ്ട്രോങ്? സജിയാണ് ശരിക്കും സ്ട്രോങ്. കാരണം അദ്ദേഹത്തിനൊരു മെയിൻ്റനൻസ് വേണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ മെയിൻ്റനൻസിന് അദ്ദേഹം നിന്നു കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഈ മനക്കരുത്ത് എന്ന് പറയുന്ന സംഭവം ശരിക്കും എന്താണ്? ആൻ മാസ്റ്റൺ എന്നൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവർ ജീവിതം മുഴുവൻ ചെയ്തത് ഒരു കാര്യമാണ്, ഏറ്റവും കഷ്ടപ്പാടിൽ വളർന്ന കുട്ടികളെ പഠിക്കുക. ആരൊക്കെ പിടിച്ചു നിന്നു, ആരൊക്കെ നിന്നില്ല, അങ്ങനെയൊക്കെ. എല്ലാവരും വിചാരിച്ചത് പിടിച്ചു നിന്ന കുട്ടികൾക്ക് എന്തോ പ്രത്യേക കഴിവ് കാണുമെന്നാണ്. പക്ഷെ അവരുടെ പഠനങ്ങളിൽ കിട്ടിയത് അതൊന്നുമല്ല. പിടിച്ചു നിന്ന കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് വളരെ സാധാരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അവരെ നല്ലപോലെ ശ്രദ്ധിക്കുന്ന ഒരു മുതിർന്ന ആൾ, അതല്ലെങ്കിൽ ഒരു സിമ്പിൾ റൂട്ടീൻ, അതല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ ഒരു കുഞ്ഞു ഗ്രൂപ്പ്, പോകുന്ന ഒരു നല്ല സ്കൂൾ. ഈ പറഞ്ഞതൊന്നും ഒരു അസാധാരണമായിട്ട് ആർക്ക് കിട്ടാത്ത ഒന്നുമല്ല, ഒരു ഹീറോയിക് സ്റ്റോറിയുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിന് പേരിട്ടത് ഓർഡിനറി മാജിക് എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ കാര്യം ഇതാണ്, നമ്മുടെ മനക്കരുത്ത് എന്ന് പറയുന്നത് മുഴുവനായിട്ടും നമ്മുടെ ഉള്ളിലല്ല, അതിൻ്റെ നല്ലൊരു ഭാഗവും നമ്മുടെ ചുറ്റുമാണ്. ആദ്യം കേൾക്കുന്ന സമയത്ത് ഇതൊരു മോശം വാർത്ത പോലെ നമുക്ക് തോന്നിയേക്കാം, ഇതെൻ്റെ കൺട്രോളിലല്ലല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇതാണ് ഈ വീഡിയോയിലെ ഏറ്റവും നല്ല വാർത്ത. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറ്റാൻ വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റുപാട് മാറ്റാൻ ഒരു വീക്കെൻഡ് മതിയാകും. നമ്മൾ മുഴുവനായിട്ട് ഒരു പുതിയ മനുഷ്യനായി മാറേണ്ട ആവശ്യമില്ല, നമ്മുടെ ഭാരം കുറച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ശരിക്കും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ 5 കാര്യങ്ങൾ പറയാം. 5ഉം ബോറിംഗ് ആണ്. അതാണ് ഈ വീഡിയോയുടെ ഹോൾ പോയിന്റ്. ഒന്നാമത്, ആഴ്ചയിൽ ഒരു ലിസ്റ്റ്. ഒരു ഞായറാഴ്ച 10 മിനിറ്റ് ഇരുന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. തലയിൽ കിടക്കുന്നതെല്ലാം ഒന്ന് എഴുതുക. ഓരോന്നിനും ഓരോ റേറ്റിംഗ് കൊടുക്കുക. എ, എൻ്റെ ഉത്തരവാദിത്വം. ബി, എൻ്റേതല്ല. സി, എനിക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബിയും സിയും വെട്ടിക്കളയുക. എ മാത്രം ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്, ബഫർ. ഇത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, 3 മാസത്തെ ചിലവ്. അതിനുള്ള പണം, അതായത് നിങ്ങളുടെ മാസത്തെ ചിലവ് 30,000 ആണെങ്കിൽ 90,000 രൂപ അത് മാറ്റി എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. അതിൽ റിട്ടേൺസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് റിട്ടേൺസിന് വേണ്ടിയിട്ടുള്ള കാര്യമേ അല്ല. ഇനി മൂന്നാമത്, ഡിസിപ്ലിന് മുമ്പ് ഉറക്കം. 4 മണിക്ക് എണ്ണിട്ട് കോൾഡ് പ്ലഞ്ചും കോൾഡ് വാട്ടർ ഷവറിനും ഒക്കെ മുമ്പ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉറക്കം ബെറ്റർ ആക്കുക എന്നുള്ളത്. ഇനി നാലാമത്,
ഒരാൾ, ഒരു ഗ്രൂപ്പല്ല, ഒരാൾ, നിങ്ങളുടെ എഡിറ്റ് ചെയ്യാത്ത വെർഷൻ അറിയാവുന്ന ഒരാൾ. ആവശ്യം വരുമ്പോൾ വിളിക്കാം എന്ന് കരുതരുത്, കാരണം അതൊരിക്കലും നടക്കില്ല. നമുക്ക് ആവശ്യം വരുമ്പോൾ ആരെയും വിളിക്കാനുള്ള ശക്തി പോലും നമുക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവരുമായിട്ടുള്ള ടച്ച് കീപ്പ് ചെയ്യുക, വല്ലപ്പോഴും വിളിക്കുക, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും. ഇനി 5ാമത് 48 hours. 5 മണിക്കൂറിൽ കുറവ് ഉറങ്ങിയ ദിവസം ഒരു വഴക്കിലേർപ്പെടാനോ അതിഭീകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ നിൽക്കാതിരിക്കുക. എടുക്കേണ്ട തീരുമാനങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. 48 മണിക്കൂറിന് ശേഷം മാത്രം എടുക്കുക. ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ദിവസം ഉറക്കം നഷ്ടപ്പെട്ടാൽ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ആ ഉറക്കത്തിനെ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ നേരം ഉറങ്ങിയാൽ നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആവും എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം, എന്നേക്കാളും നന്നായിട്ട് നിങ്ങളുടെ പ്രോബ്ലം കേൾക്കാനും മനസ്സിലാക്കാനും സൊല്യൂഷൻ തരാനും സാധിക്കുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പേർട്സിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലറിനെ കാണുന്നത് ഒരു വീക്ക്നെസ്സോ പരാജയമോ ഒന്നുമല്ല, അത് വെറും ഒരു സർവീസ് മാത്രമാണ്. നമ്മുടെ ബൈക്കിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ നമ്മൾ സർവീസ് ചെയ്യാൻ പോകും, അതേപോലെ തന്നെയാണ് ഇതും. കേരളത്തിലെ ജില്ലാ ആശുപത്രികളിൽ ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. പിന്നെ ടെലിമനസ് എന്നൊരു ഫ്രീ ഹെൽപ്പ് ലൈനും ഉണ്ട്. നമ്പറാണ് നിങ്ങളിവിടെ കാണുന്നത്. 24 മണിക്കൂറും മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കുന്ന നമ്പറാണ്. ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ആൾ. ഞാൻ ഓണസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാം, അങ്ങനെ ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ഒരാൾ ആവേണ്ട ആവശ്യം തന്നെ ഈ ഭൂമിയിലില്ല. മെയിൻ്റനൻസ് ഉള്ള ഒരാളായാൽ മതി. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വന്നാൽ തൽക്കാലം അത് വിട്ടുപിടിക്കുക. ആവശ്യമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കെയർ എടുക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ബുള്ളറ്റ് പ്രൂഫ് മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കും എന്നറിയാനായിട്ടായിരിക്കാം വന്നത്. നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും ഞാനിവിടെ പറഞ്ഞത്. ഈ വീഡിയോയുടെ ഹോൾ ഐഡിയ എന്ന് പറയുന്നത് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നതിന് മുകളിലുള്ള ലോഡ് നമ്മുടെ ലൈഫിൽ വന്നേക്കാം. അതിനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഹെൽപ്പ് എടുക്കാൻ ശ്രമിക്കുക. പ്രൊലോങ്ഡ് ആയിട്ട് ആ ലോഡ് എടുക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്. ആവശ്യമില്ലാത്ത മോട്ടിവേഷണൽ വീഡിയോസിൽ ചെന്ന് ഇൻസ്പിറേഷൻ എടുക്കാതിരിക്കാനും ശ്രമിക്കുക. ഈ വീഡിയോ ആവശ്യമാകും എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോ ഫാമിലിക്കോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൈൻഡ് സെറ്റിനെ ഇങ്ങനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റ് നോക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ എന്നോട് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.